നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ബഹ്റൈനിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിലെ അൽ ഫാറൂഖ് ഫ്ലൈ ഓവറിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഹമദ് ടൗണിലേക്കുള്ള സ്ലോ ലൈൻ അടച്ചിടുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഗതാഗതത്തിനായി മറ്റ് 2 പാതകൾ നൽകുമെന്നും മന്ത്രാലയത്തിന്റെ അറിയിപ്പുണ്ട്. നിരോധനം ഇന്ന് രാത്രി 11 മണി മുതൽ ഓഗസ്റ്റ് 11 ഞായറാഴ്ച വരെ ഉണ്ടാകും. പൊതുജനങ്ങൾ സുരക്ഷയ്ക്കായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബഹ്റൈനിൽ ചെറിയ മത്സ്യങ്ങൾ പിടികൂടുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ ചെറിയ ഹാമൂർ മത്സ്യ വിൽപ്പന നടത്തിയ ഏഷ്യക്കാരനെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ കേസ് ലോവർ ക്രിമിനൽ കോടതി പരിഗണിക്കും. 7 ആർട്സ് കൾച്ചറൽ ഫോറം മനാമ അൽ ഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 9 തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഫ്രീ കൺസൾട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൺവീനർ സത്യൻ കാവിലുമായോ ജയേഷ് താന്നിക്കൽ 38424533 അല്ലെങ്കിൽ തോമസ് ഫിലിപ്പിനെ 39384959 അല്ലെങ്കിൽ അജി പി ജോയെ 39156283 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളും പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രസിഡന്റ് ജേക്കബ് തേക്കുംതോട്, ജനറൽ സെക്രട്ടറി ചെമ്പൻ ജലാൽ, ചെയർമാൻ മനോജ് മയന്നൂർ തുടങ്ങിയവർ അറിയിച്ചു. OICC ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ടതായി KPCC അധ്യക്ഷൻ K. സുധാകരൻ അറിയിച്ചിരുന്നു. OICCയുടെ ചാർജുള്ള KPCC ഭാരവാഹികളുമായി കൂടിയാലോചിച്ച് ഗ്ലോബൽ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുവാനും നിലവിലുള്ള OICC ഇൻകാസ് സംഘടനാ സംവിധാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും സംഘടന ഇല്ലാത്ത രാജ്യങ്ങളിൽ പ്രവർത്തനം സജ്ജമാക്കാനും OICC ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടലിനെ ചുമതലപ്പെടുത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് OICC ഇൻകാസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സന്നദ്ധ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെയും ചുമതല ജെയിംസ് കൂടൽ നിർവഹിക്കും. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി OICC ഇൻകാസ് പ്രവർത്തകരുടെ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടൽ അറിയിച്ചു. കൈരളി മനാമ ബഹ്റൈൻ കൂട്ടായ്മ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കൺവീനർ ലത്തീഫ് മരക്കാട്ടിന്റെ നിയന്ത്രണത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റായി അബ്ദുള്ള കോയയെയും സെക്രട്ടറിയായി പ്രകാശൻ മയിലിനെയും ട്രഷററായി ഷമീർ എം കോയയെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി നസീർ NK, രാജേഷ് ഉക്രംപാടി, ജോയിന്റ് സെക്രട്ടറിമാരായി ശ്രീജേഷ് വടകര, നൌഷാദ് കണ്ണൂർ, കോർഡിനേറ്റർമാരായി റമീസ് കാളികാവ്, നജീബ്, സുബൈർ OV, മീഡിയ കോർഡിനേറ്ററായി സുജേഷ് എണ്ണക്കാടിനെയും തിരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഷമീർ സലീം, സുമേഷ് BTC, ബഷീർ TA, അക്ബർ ചെറോത്ത്, ഷുക്കൂർ, റഷീദ് N. പാവണ്ടൂർ, വാജിബ് ഗുരുവായൂർ, അതുൽ കൃഷ്ണൻ, ഇബ്രാഹിം കോയഞ്ചേരി, സന്ദീപ് തൃശൂർ, രാജേഷ് പുഞ്ചവയൽ, മുസ്തഫ പുതുപൊന്നാനി, ഹാറൂൺ കൊയിലാണ്ടി, ജാഫർ ഇസി എന്നിവരെയും തെരഞ്ഞെടുത്തു. IYCC ബഹ്റൈൻ 2024-25 കാലഘട്ട ഏരിയ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആദ്യ കൺവെൻഷൻ ഹിദ് അറാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിൽക്കെ ചലോ എന്ന പേരിൽ സംഘടിപ്പിക്കും. ഹിദ് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 10 തീയതി വൈകിട്ട് 7:30 കൺവെൻഷൻ നടത്തുക. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും പരിപാടിയിൽ നടക്കും. കൺവെൻഷനിൽ IYCC ദേശീയ ഭാരവാഹികൾ അടക്കമുള്ളവർ പങ്കെടുക്കും. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും IYCC ബഹ്റൈനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപര്യമുള്ള ഹിദ് അറാദ് ഏരിയകളിലെ കോൺഗ്രസ് അനുഭാവികൾക്ക് 33389356 അല്ലെങ്കിൽ 361613333 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് IYCC ഏരിയ പ്രസിഡന്റ് റോബിൻ കോച്ചി, സെക്രട്ടറി നിധിൻ ചെറിയാൻ, ട്രഷറർ ഷനീഷ് സദാനന്ദൻ എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്കും ധ്യാനയോഗങ്ങൾക്കും നേതൃത്വം നൽകുവാനായി ബഹ്റൈനിൽ എത്തിച്ചേർന്ന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ഫാദർ വിജു ഏലിയാസിനെ കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബി, സഹവികാരി ഫാദർ ജേക്കബ് തോമസ്, കത്തീഡ്രൽ ട്രസ്റ്റി റോയി ബേബി, ആക്ടിംഗ് സെക്രട്ടറി മാത്യൂസ് നൈനാൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഓഗസ്റ്റ് 8, 11, 12, 13 തീയതികളിൽ വൈകിട്ട് 7 മണി മുതൽ ധ്യാനയോഗങ്ങളും ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച വൈകിട്ട് 6:45 സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ധ്യാനയോഗം, ഓഗസ്റ്റ് 14 ബുധൻ വൈകിട്ട് വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നേർച്ചയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇനി കാണാം ഇന്ത്യയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ.
സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ അപകീർത്തി പരാമർശങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ ബിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്രം. 1995 ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരം കൊണ്ടുവരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. യൂട്യൂബ്, ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി എല്ലാ സമൂഹ മാധ്യമങ്ങളിലും വാർത്ത, സമകാലിക സംഭവങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്നവർ, ഓൺലൈൻ പോർട്ടലുകൾ, വെബ്സൈറ്റുകൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് നീക്കം. നിർമ്മിക്കുന്ന വീഡിയോകളും വാർത്തകളും കേന്ദ്രം നിയമിക്കുന്ന സമിതിയുടെ അനുമതിയില്ലാതെ പ്രക്ഷേപണം ചെയ്യാനാകില്ല. ഇതിനായി ത്രിതല സംവിധാനം രൂപീകരിക്കും. പിന്തുടരുന്നവരുടെ എണ്ണം നിശ്ചിത പരിധിയിൽ കവിഞ്ഞാൽ കണ്ടന്റ് നിർമ്മാതാക്കൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. പ്രോഗ്രാം കോഡും പരസ്യ കോഡും പാലിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചതിനെ തുടർന്നാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. മുതിർന്ന CPIM നേതാവും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രമുഖർ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബുദ്ധദേവിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരണത്തിൽ അനുശോചിക്കുന്നുവെന്നും ബുദ്ധദേവിനെ പതിറ്റാണ്ടുകളായി അറിയാമെന്നും മമത അറിയിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്നും മമത വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. 5 പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ജനങ്ങളെ ബുദ്ധദേവ് സേവിച്ചുവെന്ന് അനുശോചന സന്ദേശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ അനുസ്മരിച്ചു. ചിന്തകളും പ്രാർത്ഥനകളും കുടുംബത്തിനും സഹപ്രവർത്തകർക്കൊപ്പമെന്നും ഖർഗെ അറിയിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യയോടുള്ള ആദരസൂചകമായി CPIM ആസ്ഥാനമായ AKG ഭവനിൽ പാർട്ടി പതാക താഴ്ത്തിക്കെട്ടി. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണവാർത്ത ഞെട്ടിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. പാർട്ടിയോടും ബംഗാളിനോടുമുള്ള ബുദ്ധദേവിന്റെ ആത്മസമർപ്പണവും ദീർഘവീക്ഷണവും വലിയ മാതൃകയാണെന്നും ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുമെന്നും MA ബേബി അറിയിച്ചു. നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ബംഗാളിലെ പാർട്ടി ആസ്ഥാനത്ത് ബുദ്ധദേവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഇന്ന് രാവിലെ കൊൽക്കത്തയിലായിരുന്നു മുതിർന്ന CPIM നേതാവും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. വയനാട് ഉരുൾപൊട്ടലിൽ 10 നാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു. ഭരണകൂടത്തിന് നന്ദിയെന്ന് സൈന്യം അറിയിച്ചു. സൈന്യം ഭാഗികമായാണ് പിന്മാറുന്നത്. സൈന്യത്തിന്റെ സേവനത്തിന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും നന്ദി അറിയിച്ചു. താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം മെയിന്റനൻസ് ടീം പ്രദേശത്ത് തുടരും. ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും. ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു. സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും. എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു. സൈന്യത്തിന്റെ 500 അംഗ സംഘമാണ് മടങ്ങുക. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണ് ഇവർ. വയനാട് മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതർ കഴിയുന്ന ക്യാമ്പുകളിലേക്കും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കളക്ഷൻ സെന്ററിൽ ആവശ്യത്തിനുണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അറിയിച്ചു. ഇതിനാൽ തൽക്കാലത്തേക്ക് കളക്ഷൻ സെന്ററിൽ ഭക്ഷ്യസാധനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചതായും കളക്ടർ അറിയിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിന് സമയബന്ധിതമായി സഹായം നൽകിയതിന് പൊതുജനങ്ങളോടും സന്നദ്ധ സംഘടനകളോടും ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തുകയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സാമൂഹിക ഉത്തരവാദിത്ത ബോധവും സാമൂഹിക ഉത്തരവാദിത്തവും നിലനിർത്തുന്നതിനുള്ള ജനങ്ങളുടെ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും ഒരുമിച്ച് നിന്നാൽ ഏതു വെല്ലുവിളിയും നമുക്ക് തരണം ചെയ്യാനും കൂടുതൽ കരുത്തുറ്റ അനുകമ്പയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും കഴിയുമെന്നും ജില്ലാ കളക്ടർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. BMC ന്യൂസിലെ ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാം ഒളിമ്പിക്സ് വാർത്തകൾ. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പാരീസ് ഒളിമ്പിക്സിൽ ബഹ്റിന്റെ സൽവ ഇദ് നാസർ ഫൈനലിൽ. വനിതകളുടെ 400 മീറ്റർ സെമി ഫൈനലിൽ സൽവ 49.08 സെക്കൻഡിൽ ഓടിയെത്തി ഒന്നാമതായി. വിൻഫ്രഡ് യാവി നേടിയ സ്വർണ്ണ മെഡൽ സൽവയിലൂടെയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബഹ്റിൻ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല നേട്ടം. സ്പെയിനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ നേട്ടം. ഹോക്കിയിൽ ഇന്ത്യയുടെ 4ാം വെങ്കലമാണ് ഇത്. ക്യാപ്റ്റൻ ഹർമൻപ്രീതാണ് ഇന്ത്യക്കായി 2 ഗോളുകളും നേടിയത്. പാരീസ് ഒളിമ്പിക്സിൽ ഹർമൻപ്രീതിന്റെ 10ാം ഗോളാണ് ഇത്. ഈ ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് ശ്രീജേഷ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങളായി ഇന്ത്യൻ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന താരമാണ് ശ്രീജേഷ്. 18 വർഷമായി ശ്രീജേഷ് ഇന്ത്യക്കായി കളിക്കുന്നു. 2006 മുതലാണ് ഇന്ത്യൻ ജേഴ്സിയിൽ. ലണ്ടനിൽ 2012 നടന്ന ഒളിമ്പിക്സിലാണ് തുടക്കം. 2016 റിയോവിലും 2020 ടോക്കിയോയിലും ഗോളിയായി. 2020 നേടിയ വെങ്കലത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് ഇത്തവണത്തെ പ്രതീക്ഷ. ഒളിമ്പിക്സിൽ 100 ഗ്രാം ഭാരക്കൂടുതലിന്റെ പേരിൽ അർഹിച്ച ഒളിമ്പിക്സ് മെഡൽ നഷ്ടമായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച് കായിക തർക്ക പരിഹാര കോടതി 24 മണിക്കൂറിനകം വിധി പ്രസ്താവിച്ചേക്കുമെന്നാണ് സൂചന. സംയുക്ത വെള്ളി മെഡൽ നൽകണമെന്നാവശ്യപ്പെട്ടാണ് താരം കോടതിയെ സമീപിച്ചത്. ഫൈനലിന് മണിക്കൂറുകൾക്ക് മുൻപാണ് താരം അയോഗ്യയാക്കപ്പെട്ടത്. വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് മത്സരിച്ചത്. നിയമപ്രകാരം പട്ടികയിലെ അവസാന പേരുകാരിയുമായി. ഭക്ഷണം ഉപേക്ഷിച്ചുള്ള കടുത്ത വ്യായാമത്തെ തുടർന്ന് താരം നിർജ്ജലീകരണം ബാധിച്ച് ഒളിമ്പിക്സ് വില്ലേജിലെ ആശുപത്രിയിലാവുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വിനേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനവും വന്നു. ഭാരതത്തിന്റെ കണ്ണുകൾ ഇനി നീരജിലേക്ക്. സുവർണ പ്രതീക്ഷകളുമായി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നിലനിർത്താൻ നീരജ് ചോപ്ര ഇന്ന് മത്സരക്കളത്തിലിറങ്ങും. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:55 ജാവലിൻ ത്രോ ഫൈനലിന് തുടക്കമാവുക. നീരജ് അടക്കം 12 പേരാണ് ഫൈനലിന് മത്സരിക്കുന്നത്. ഫൈനലിലും മികച്ച പ്രകടനം നീരജ് കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയൊട്ടാകെ. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.